ഹിഡൻ ട്രൂത്ത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒളിച്ചു വയ്ക്കപ്പെട്ട, മറച്ചു വയ്ക്കപ്പെട്ട, അധികം ചർച്ച ചെയ്യപ്പെടാത്ത ചരിത്ര സത്യങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ദൗത്യം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മതമായ ബുദ്ധമതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ബോധഗയ, അവിടുത്തെ മഹാവിഹാരം ബ്രാഹ്മണർ അനധികൃതമായി കൈയടക്കി വച്ചിരിക്കുന്നതിനെ പറ്റിയാണ്. ഭഗവാൻ ബുദ്ധന് ബോധോദയം കിട്ടിയ സ്ഥലമാണ് ബോധഗയ. അതത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ അറിയപ്പെടുന്നത് തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ബുദ്ധ എന്നാണ്. ഈ പറയുന്ന മോദിയും അല്ലെങ്കിൽ മറ്റുള്ള സംഘപരിവാറിന്റെ ആൾക്കാരും ഒക്കെ പുറത്തു പോകുമ്പോൾ അവരെല്ലാം ബുദ്ധന്റെ നാട്ടിൽ നിന്ന് വരുന്നു എന്നാണ് പറയുന്നത്. അംബാനിയുടെ ഭാര്യ പോയപ്പോൾ അവർ പറഞ്ഞത് ഐ ആം കമ്മിങ് ഫ്രം ദ ലാൻഡ് ഓഫ് ബുദ്ധ എന്നാണ് പറഞ്ഞത്. അതുപോലെ യോഗി ആദിത്യനാഥൊക്കെ വിദേശത്തു നിന്ന് ആൾക്കാർ വരുമ്പോൾ, ബിൽഗേറ്റ്സ് ഒക്കെ വന്നപ്പോൾ ബുദ്ധന്റെ പ്രതിമയാണ് കൊടുക്കുന്നത്. ലോകത്തെല്ലായിടത്തും പോയിട്ട് ഈ ഒരു നാടകം കാണിക്കുകയും ചെയ്യും. ഇന്ത്യക്കുള്ളിൽ ഈ പറയുന്ന ഇരട്ടത്താപ്പ് കാണിക്കുകയും ചെയ്യും. അത് ഹിന്ദു മതം പിടിച്ചു വച്ചിരിക്കുകയാണ്. ഇന്ന് പറയുന്ന ചില ന്യായങ്ങളുണ്ട്. ഒന്ന്, ബുദ്ധൻ വിഷ്ണുവിന്റെ അവതാരമാണ്. രണ്ടാമത്, ബുദ്ധമത ഹിന്ദുമതത്തിന്റെ ഭാഗമാണ്. ഇങ്ങനത്തെ കുറെ തന്ത്രങ്ങളും കുറെ ഉടായ്പകളും ഇക്കൂട്ടത്തിൽ ഇവർ പറയാറുണ്ട്. നമുക്കറിയാം, എല്ലാ മതങ്ങളുടെയും പുറകെയാണ് സംഘപരിവാറും ബ്രാഹ്മണ സമൂഹവും ഹിന്ദു സമൂഹവും. എത്ര കിട്ടിയാലും പോരാ എന്നാണ്. ഇത്രയധികം 6,50,000-ഓളം ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ളത് അതിലും കൂടുതലുണ്ട്. അവിടെയൊക്കെ വളരെ വലിയ അളവിൽ സ്വത്തുക്കൾ സമ്പാദിക്കുന്നുമുണ്ട്. എന്നാലും പോരാ, ഭൂമി അടക്കം എല്ലാവരുടെയും കൈക്കലാക്കണം എന്നുള്ളതാണ് ഒരു ബ്രാഹ്മണരുടെ ഒരു രീതി. തദ്ദേശ ജനതയുടെ ഭൂമി ഇപ്പോഴും അവർക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. അതെല്ലാം മനുസ്മൃതിയുടെ കാലത്തൊക്കെ ഓരോരോ ദൈവിക നിയമങ്ങളെന്ന പേരിൽ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് തട്ടിച്ചെടുത്തതാണ്. നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ ഭൂമിയൊക്കെ ഒന്നുകിൽ ദേവസ്വം അല്ലെങ്കിൽ ബ്രഹ്മസ്വമായിരുന്നു. അതിനുവേണ്ടി പരശുരാമ കഥ പോലുള്ള കഥകളൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാം തന്ത്രപരമായി തട്ടിച്ചെടുത്തതാണ്. അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാനുണ്ട്. അതായത് ആൽത്തറയും കുളവുമുള്ള ഇന്നത്തെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ പഴയ ബുദ്ധവിഹാരങ്ങളായിരുന്നു എന്നുള്ളതാണ് ചരിത്ര സത്യം. എന്തായാലും അതിനെപ്പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇന്ന് നമ്മൾ ഈ ബോധഗയയിലെ മഹാവിഹാരത്തെപ്പറ്റി തന്നെ നമുക്ക് ഒന്ന് സൂക്ഷ്മമായി അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. നമുക്കറിയാവുന്നതുപോലെ അശോക ചക്രവർത്തി 84,000 സ്തൂപങ്ങൾ ഇന്ത്യയിലും അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നതാണ് ഈ ബോധഗയയിലെ മഹാവിഹാരം. അത് അദ്ദേഹം സ്ഥാപിച്ചതാണ്. അക്കാലത്ത് 1,00,000-ഓളം സ്വർണ്ണ നാണയങ്ങൾ അദ്ദേഹം കൊടുത്തതായിട്ടാണ് ബുദ്ധരേഖകളിൽ പറയുന്നത്. അത് മധ്യപ്രദേശിലെ ബുദ്ധ അവശിഷ്ടങ്ങളിൽ നിന്നും ഇൻഡോറിലും അതിനുശേഷം മഹാരാഷ്ട്രയിലുമൊക്കെ ഉള്ള ബൗദ്ധ ലിഖിതങ്ങളിൽ നിന്നും അവശിഷ്ടങ്ങളിൽ നിന്നുമൊക്കെ ഇതിനെപ്പറ്റി, ഈ മഹാവിഹാരത്തെ പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ അടങ്ങിയത് ചരിത്രകാരന്മാർക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ ബൗദ്ധവിഹാരങ്ങളായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇത് പിടിച്ചെടുക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഏതെങ്കിലും ഒരു ഹിന്ദു ദേവീ ദേവന്മാരുടെ കഥയുമായി ഈ വിഹാരങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളെയെല്ലാം കണക്ട് ചെയ്തിട്ട് ഒന്നുകിൽ അത് ശിവന്റെ അവതാരങ്ങളായിരുന്നു അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാരങ്ങളായിരുന്നു എന്ന പേരിലാണ് മിക്കതും പിടിച്ചെടുത്തിട്ടുള്ളത്. ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഏറെക്കുറെ അത് തന്നെയാണ്. അങ്ങനെയാണ് ഇന്ത്യയിൽ ബുദ്ധമതത്തെ ഹിന്ദുമതം വിഴുങ്ങുന്നത് തന്നെ. അതിനകത്ത് പൂജയും ആരാധനയും കൊണ്ടുവന്ന് മഹായാന രീതിയിലുള്ള ആരാധനകൾ കൊണ്ടുവന്ന ബ്രാഹ്മണർ പിൽക്കാലത്ത് അതിനെ ഹിന്ദുമതമാക്കി മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ നമ്മൾ കാണുന്ന ഹിന്ദുമതം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ മഹായാന ബുദ്ധമതം പല സമയത്തായി പരിണമിച്ച് മാറി വന്നതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ബുദ്ധമതം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് കാണാനില്ലാത്തത്. ഇപ്പോൾ പിന്നീട്
അത് ബാബാ സാഹബ് ഡോക്ടർ BR അംബേദ്കറുടെ ശ്രമഫലമായിട്ടാണ് രണ്ടാമത് ഇന്ത്യയിൽ ബുദ്ധമതം തിരിച്ചു വരുന്നത്. ഈ മഹാവിഹാരത്തിൻ്റെ കാര്യത്തിൽ 16-ാം നൂറ്റാണ്ട് വരെയും ഇത് വളരെ നിഗ്ലക്റ്റഡ് ആയിട്ട് അവഗണിക്കപ്പെട്ടിരുന്ന ഒരു അവസ്ഥയിലാണ് കിടന്നിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. കാരണം ബുദ്ധമതത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഈ പ്രധാനപ്പെട്ട സ്ഥലത്തെ പരിപൂർണമായി അവഗണിക്കുകയും ആൾക്കാരിൽ നിന്ന് അകറ്റുകയും ചെയ്തിട്ടുണ്ട്. 16-ാം നൂറ്റാണ്ട് മുതൽ ഒരു ബ്രാഹ്മണ പുരോഹിതരുടെ ഫാമിലിയാണ് ഇതിനെ കൈയാളുന്നത്. അവരുടെ ഒരു പ്രൈവറ്റ് സ്വത്തായിട്ട് ഇതങ്ങ് വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പുരോഹിതന്റെ ഫാമിലി ശൈവ പുരോഹിതരാണ്. ഈ ഒരു വിഹാരം സ്വന്തമാക്കി വെച്ചിരിക്കുന്നത്, ഇത് കണ്ടെത്തുന്നതും അതിനുശേഷം അവിടെയുള്ള ബുദ്ധശേഷിപ്പുകളെ പറ്റിയുള്ള കൂടുതൽ ഉത്ഖനനങ്ങൾ നടത്തുന്നത് സർ അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ്. അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ധനസഹായം കൊടുക്കുകയും അവിടുന്ന് ചരിത്രപരമായ രേഖകളെല്ലാം അദ്ദേഹം എക്സ്കവേറ്റ് ചെയ്ത് ഉത്ഖനനം ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ബോധിവൃക്ഷം, പിന്നെ അശോകന്റെ ഇരിപ്പിടം അല്ലെങ്കിൽ ആ വേദി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലിഖിതങ്ങളിൽ നിന്ന് അദ്ദേഹം കണ്ടെടുക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് ഇന്ത്യ സന്ദർശിച്ചിരുന്ന ഒരു ചൈനീസ് സഞ്ചാരിയായിരുന്നു ഹ്യുയൻസാങ്. അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ ഈ വിഹാരത്തെപ്പറ്റി വളരെ വിശദമായി പറയുന്നുണ്ട്. അവിടെ ഒരു ഭീമൻ ബുദ്ധപ്രതിമ ഉണ്ടായിരുന്നതായിട്ട് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ ആ ബുദ്ധപ്രതിമയൊന്നും ഇപ്പോൾ കിട്ടാനില്ല. അത് അവിടുത്തെ ആ മഹന്തിൻ്റെ വീടുകളുടെ ചുവരുകൾക്കുള്ളിൽ ഒളിപ്പിച്ചിരുന്നതായിട്ട് അന്നത്തെ അവിടുത്തെ ആൾക്കാർ പറയുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഈ ബ്രാഹ്മണ മഹന്തും അദ്ദേഹത്തിൻ്റെ കുടുംബവും വെച്ച് അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ ഒരു വിഹാരം പിന്നീട് അത് സ്വതന്ത്രമാക്കി തരണം എന്നുള്ള രീതിയിലുള്ള ഒരു ആവശ്യം ഉണ്ടാവുന്നത് 1893-ലാണ്. അതിന് കാരണമാകുന്നത് 1879 ഇംഗ്ലീഷ് സാഹിത്യകാരനും ചരിത്രകാരനുമായിരുന്ന സർ എഡ്വിൻ ആർണോൾഡ് ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് പറയുന്ന ഒരു കൃതി ബുദ്ധനെപ്പറ്റി എഴുതുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ആ കൃതി എഴുതിയതിനു ശേഷം ബോധഗയ സന്ദർശിക്കുകയും ബോധഗയയുടെ പരിതാപകരമായ അവസ്ഥ, അതായത് ആരും തിരിഞ്ഞു നോക്കാതെ ഇടിഞ്ഞു പൊളിഞ്ഞ് അത് കിടക്കുന്ന അവസ്ഥയും ഒക്കെ കണ്ട് മനമലിഞ്ഞ് അദ്ദേഹം ഡെയിലി ടെലിഗ്രാഫ് എന്ന് പറയുന്ന മാധ്യമത്തിനകത്ത് അദ്ദേഹം സ്ഥിരമായ ആർട്ടിക്കിളുകൾ എഴുതുകയും അത് ലോകമെമ്പാടുമുള്ള ബുദ്ധിസ്റ്റുകൾ അതിനെപ്പറ്റി മനസ്സിലാക്കുകയും അതിൽ വേദന കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ശ്രീലങ്കയിൽ നിന്നുള്ള ഒരു ബുദ്ധ സന്യാസിയായ അനാഗരിക ധമ്മപാല ഇതേപ്പറ്റി കേട്ടറിഞ്ഞ് ബോധഗയയിലെത്തുകയും അവിടെ പിന്നീട് മഹാബോധി സൊസൈറ്റി രൂപവൽക്കരിക്കുകയും അദ്ദേഹം എഡ്വിൻ ആർണോൾഡുമായി ചേർന്ന് ആ മഹാബോധി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇതിനെ തിരിച്ചു കിട്ടാനുള്ള പോരാട്ടങ്ങൾ തുടങ്ങുകയും ചെയ്യുകയാണ്. അദ്ദേഹം അവിടെ ഒരു ബുദ്ധ പ്രതിമ സ്ഥാപിക്കുകയും അവിടുത്തെ ഈ ബ്രാഹ്മണ പുരോഹിതനും അദ്ദേഹത്തിൻ്റെ സംഘവും ചേർന്ന് ആ ബുദ്ധ പ്രതിമ നശിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഈ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അന്നും ബ്രിട്ടീഷുകാർക്ക് മുമ്പാകെ അദ്ദേഹത്തിൻ്റെ ഈ നിവേദനം കൊടുക്കുകയും ഈ ഒരു വിഹാരം അത് ഹിന്ദുക്കൾ കയ്യിൽ വെക്കേണ്ടതല്ല, ബുദ്ധ മതക്കാരുടെ കയ്യിലേക്ക് അത് കൊടുക്കേണ്ടതാണ് എന്ന് അദ്ദേഹം രേഖാമൂലം അദ്ദേഹം ഒരു നിയമ പോരാട്ടത്തിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ കാലമായി ബ്രാഹ്മണരുടെ കയ്യിലിരുന്നത് കൊണ്ട് തന്നെ അത് പൂർണ്ണമായും അംഗീകരിച്ചു കൊടുക്കാൻ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് സാധിച്ചില്ല. പക്ഷേ അതിൽ നിരാശനാവാതെ അനാഗരിക ധമ്മപാലയും മഹാബോധി സൊസൈറ്റിയും ഇതിനെ തിരിച്ച് പിടിക്കാനുള്ള ശ്രമങ്ങൾ അവിടുന്ന് പിന്നെയും തുടങ്ങുകയാണ്. അതുപോലെ തന്നെ വിഷ്ണുവിൻ്റെ അവതാരമായി ബുദ്ധനെ കാണിക്കുകയും അവിടെ പൂജകൾ നടത്തുകയും അവിടെ ബുദ്ധപ്രതിമകളെല്ലാം പഞ്ചപാണ്ഡവരുടെ ആണ് എന്ന രീതിയിൽ കഥയുണ്ടാക്കി അതിനെയൊക്കെ പൂജിക്കുകയൊക്കെ ചെയ്യുന്നതിനൊക്കെ അദ്ദേഹം എതിർക്കുകയും അതിനെ തെറ്റാണ് അദ്ദേഹം തുറന്നു കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ബ്രാഹ്മണരുടെ സ്ഥിരം അടവാണിത്. എത്ര കിട്ടിയാലും പോരാ എന്നുള്ളതാണ് ഇവരുടെ ഒരു രീതി. ഏത് സ്ഥലവും പിടിച്ചെടുക്കുക, അതിനകത്തു നിന്നൊക്കെയുള്ള വരുമാനം സ്വന്തമാക്കുക, ഇതൊരു സ്ഥിരം രീതിയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്ത്യയിലുള്ള പല ഹിന്ദു ക്ഷേത്രങ്ങളുടെയും ഉള്ളിലേക്ക് ചെന്നാൽ ഉള്ള മൂർത്തികൾ പലതും ഇതുപോലെ തന്നെ മറയ്ക്കപ്പെട്ടതോ അതിനെ മറ്റു രീതിയിൽ എന്തെങ്കിലും രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തതോ ആയിട്ടുള്ള ബുദ്ധപ്രതിമകളാണ്. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ അദ്ദേഹം പിന്നീട് നിയമപരമായ പോരാട്ടം നടത്തുകയും ആ സമയത്തിന് അതായത് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഒരു സമയമായപ്പോൾ ഇത് ഗാന്ധിയുടെ മുമ്പിൽ ഈ ഒരു നിവേദനം എത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഗാന്ധി ഇതിനെ അന്നേരത്തേക്ക് വളരെ വിദഗ്ധമായിട്ട് ഇതിനെ പെൻഡിങ്ങിൽ വെക്കുക ചെയ്തത്. അദ്ദേഹം പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇതിനെ പരിഗണിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷവും ആ വാക്ക് പാലിക്കപ്പെട്ടില്ല.
ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ബോധഗയ ക്ഷേത്ര മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഒരു നിയമം, അതായത് ബോധഗയ ടെമ്പിൾ മാനേജ്മെന്റ് ട്രസ്റ്റ് ആക്ട്, അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയതാണ്. അതാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിനകത്ത് 4 പേര് അവസാനം ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ 4 പേര് ബുദ്ധിസ്റ്റുകളും 4 പേര് ഹിന്ദുക്കളും ആക്കാം എന്ന് തീരുമാനിച്ചിട്ട്, പക്ഷെ അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്. അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ കളക്ടർ എപ്പോഴും അതിനകത്ത് ഉണ്ടാവും, 9ാമത്തെ ഒരാളായിട്ട്. അതെപ്പോഴും ഹിന്ദു ആയിരിക്കും. ഇങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 4 ഹിന്ദുക്കളും ഈ പറയുന്ന ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റും കൂടെ കൂടുമ്പോൾ 5 പേരാവും. അപ്പോൾ ഭൂരിപക്ഷം ആ ഭരണസമിതിയിൽ ഇപ്പോഴും ഹിന്ദുക്കളുടേതാണ്. ഇത് അനീതി തന്നെയാണ്. നിങ്ങളത് ആലോചിക്കണം. മക്ക അതിൻ്റെ ഭരണസമിതിയിൽ മുസ്ലിങ്ങളാണ്. ക്രിസ്ത്യാനികളുടെ ഒരു പ്രധാനപ്പെട്ട ആരാധനാ അതിൻ്റെയും കമ്മിറ്റിയിൽ ക്രിസ്ത്യാനികളാണ്. ഹിന്ദുമതത്തിൻ്റെ അകത്ത് വേറെ ഒരാളെ അവർ അടുപ്പിക്കത്തില്ല, ഹിന്ദുക്കൾ മാത്രമാണ്, അല്ലെങ്കിൽ ബ്രാഹ്മണർ തന്നെയാണ്, അല്ലെങ്കിൽ സവർണർ തന്നെയാണ്. പക്ഷേ ബുദ്ധമതത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഹാരമായ മഹാവിഹാരത്തിൻ്റെ അവിടെ അത് അവർക്കിപ്പോഴും സ്വന്തമാക്കി കൊടുത്തിട്ടില്ല. മറ്റൊരു മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെന്ററിനെ കൈയടക്കി വെക്കുക, അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ മുട്ടുന്യായങ്ങൾ പറയുക. അതിനുവേണ്ടി പറയുന്ന മറ്റൊരു ന്യായം ഇതാണ്. അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ അതുവരെയുള്ള ആരാധനാലയങ്ങളുടെ എല്ലാത്തിൻ്റെയും ആ സ്റ്റാറ്റസ് കോ അതുപോലെ നിലനിർത്തണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ബാബരി മസ്ജിദിന്റെ കേസിൽ അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്, നമുക്കറിയാവുന്നതുപോലെ. അപ്പൊ ഇതെന്തായാലും നഗ്നമായ നീതി നിഷേധമാണ്, വഞ്ചനയാണ്. ഇത് തുറന്നു കാണിക്കുകയും ഇവരുടെ ഇരട്ടത്താപ്പ് ലോകമെമ്പാടും അറിയിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഹിഡൻ ട്രൂത്ത്സ് ആഗ്രഹിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീതി നിഷേധമാണ്, തികഞ്ഞ ധിക്കാരമാണ്. ഇതിപ്പോ ലോകത്തിലുള്ള സർവ്വ ബുദ്ധിസ്റ്റുകളും ഇതിനെപ്പറ്റി അറിയുകയും അതൊരു വലിയൊരു പ്രൊട്ടസ്റ്റായി, വലിയൊരു പ്രക്ഷോഭമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 2025 ഫെബ്രുവരിയിൽ അവിടെ ഭിക്ഷുക്കളുടെ ഒരു വലിയ സംഘം അവിടെ ഇരിക്കുകയും അവിടെ സത്യാഗ്രഹം തുടങ്ങുകയും അവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ബീഹാർ ഗവൺമെന്റും കേന്ദ്രം ഭരിക്കുന്ന BJPയും അതിനോട് ഒരു രീതിയിലുള്ള അനുഭവവും കാണിക്കുന്നില്ല. അവർ മറ്റുള്ള മതക്കാരെ എല്ലാവരെയും കുത്തിയിളക്കാനും അവരുടെയൊക്കെ പള്ളികൾ തോണ്ടാനും അവിടെയൊക്കെ ശിവലിംഗം ഉണ്ടോ എന്ന് തോണ്ടാനും ഉള്ള ശ്രമത്തിലാണ് നടക്കുന്നത്. ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ അവരുടേതായ ഒരു ചതി, അതായത് ഹിന്ദുക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചതിയെ തുറന്നു കാണിക്കുന്ന ഇത്തരം ഒരു മൂവ്മെന്റ്, ഇത്തരം ഒരു നീക്കം അവരിഷ്ടപ്പെടുന്നില്ല. അതാരും അറിയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മീഡിയ അത് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒക്കെ വളരെ വഞ്ചനാപരമായ നിലപാടാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. 100 കണക്കിന് ബുദ്ധപ്രതിമകളും സ്തൂപങ്ങളും ലിഖിതങ്ങളും ഒക്കെ അവിടെ ഈ പറയുന്ന ബ്രാഹ്മണ പുരോഹിതന്റെ മാളികയിൽ കിടക്കുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതൊന്നും ആർക്കിയോളജിക്കൽ സർവേ ആ ഭാഗത്തോട്ട് നോക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്യുന്നില്ല. ശങ്കരാചാര്യരുടെ വംശപരമ്പരയുമായിട്ട് ബന്ധപ്പെട്ട പരമ്പരയാണ് ഈ പറയുന്ന ബ്രാഹ്മണ പുരോഹിതന്റെ അല്ലെങ്കിൽ ഈ മഹന്തിന്റെ എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ശങ്കരപീഠങ്ങളെല്ലാം, ശങ്കര മഠങ്ങളെല്ലാം ഉണ്ടാക്കിയതെല്ലാം ബുദ്ധവിഹാരങ്ങളെ കൺവേർട്ട് ചെയ്തിട്ടുള്ളതാണെന്നാണ്. എന്തായാലും ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ബുദ്ധിസ്റ്റുകളുടെ അറ്റൻഷനിൽ അല്ലെങ്കിൽ അവർ ഇതിനെപ്പറ്റി അവെയർ ആയിട്ടുണ്ട്, അവർ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ മൂവ്മെന്റ് ആയിട്ട് മാറാൻ പോവുകയാണ്. കാരണം എല്ലാ സമയത്തും എല്ലാ മതക്കാരുടെയും മേലെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു മതക്കാരും സംഘപരിവാറും. അവിടെ യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് തന്നെ ഒരു അതിക്രമം അല്ലെങ്കിൽ അനീതി ഇവിടെ നടക്കുന്നതിനെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധ സമൂഹം അല്ലെങ്കിൽ ഇന്ത്യയിലെ ബൗദ്ധ സമൂഹം അതിനുവേണ്ടി മുമ്പോട്ടേക്ക് വരികയാണ്. ഈ ഒരു ഉദ്യമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും നീതിക്ക് വേണ്ടിയിട്ടുള്ള ഐക്യദാർഢ്യവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.